ദൈവനാമത്തിന് മഹത്വം. ജീവമൊഴികളിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം. പുതുവർഷത്തിൽ നവവത്സര കാർഡുകൾ നമുക്ക് ഒരു ഹാപ്പി ന്യൂ ഇയർ ആണ്, സന്തോഷഭരിതമായ ഒരു പുതുവർഷമാണ് ആശംസിക്കുന്നത്. എവിടെയും സംഗീതവും വിളക്കുകളും പ്രകാശവും സന്തോഷവും പൂക്കളും പുഞ്ചിരിയും ഒക്കെയായി നവവത്സര കാർഡുകൾ നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് മനോഹരമായ ഒരു വർഷം ആശംസിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ നമുക്കറിയാം, നമ്മൾ അനിശ്ചിതമായ ഒരു ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഈ വർഷത്തിൽ നമുക്ക് എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അത് നൽകുന്ന പിരിമുറുക്കങ്ങൾ നമുക്കുണ്ട്. ഭാവിയെക്കുറിച്ച് അനിശ്ചിതമായ ഭാവി, അതിൽ എന്തെല്ലാമാണ് ഭാവിയുടെ ഗർഭഗൃഹത്തിൽ ഉള്ളത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഇത് ആധുനിക മനുഷ്യന് വലിയ ഉത്കണ്ഠ നൽകുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവചനം മുന്നോട്ട് വയ്ക്കുന്ന യഥാർത്ഥ വിശ്വാസി ഈ ഉത്കണ്ഠകൾക്കൊക്കെ ഉപരിയായിട്ട്, ഈ പിരിമുറുക്കങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് ദൈവത്തിലുള്ള യഥാർത്ഥ വിശ്വാസത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഈ ജീവിതം ജീവിക്കാനായിട്ടാണ് അവനെ വിളിച്ചിരിക്കുന്നത്. നാമൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പല നിലകളിൽ ദൈവാനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. എന്നാൽ നമുക്ക് ലഭിച്ച ദൈവാനുഭവം നമ്മുടെ ഈ നിത്യജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളെ അതിജീവിച്ച് ഉത്കണ്ഠകൾക്കുപരിയായിട്ട് യഥാർത്ഥത്തിലുള്ള ദൈവിക വിശ്വാസത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു തകരാറില്ലേ? പലരുടെയും ക്രിസ്തീയ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച ഒരു അനുഗ്രഹം, ഒരു രോഗശാന്തി, ഒരു വിടുതൽ, അതിൽ ആശ്രയിച്ചിരിക്കുന്നു. അവിടം കൊണ്ട് അവരുടെ ദൈവാനുഭവം അവസാനിച്ചു. ദൈവത്തിലുള്ള ആഴത്തിലുള്ള ഒരു വിശ്വാസവും ദൈവം മുമ്പാകെയുള്ള ഒരു പൂർണ്ണ സമർപ്പണവും പലർക്കുമില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പലരും പറയാറില്ല. എന്നാൽ ഒരു സമ്പൂർണ്ണമായ സമർപ്പണം, ഒരു ടോട്ടൽ, കംപ്ലീറ്റ്, അബ്സല്യൂട്ട് ആൻഡ് പെർഫെക്റ്റ് സറണ്ടർ, അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു കീഴടക്കം മാത്രമേ ദൈവവചനം നമ്മുടെ മുമ്പാകെ വെക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ സന്തോഷഭരിതമായ ഒരു ജീവിതം നമുക്ക് നൽകുകയുള്ളൂ. ദൈവത്തിൻ്റെ മുമ്പാകെ പൂർണ്ണമായ ഒരു കീഴടക്കം, ഒരു പൂർണ്ണ സമർപ്പണം എന്നൊക്കെ പറയുമ്പോൾ പലരും ആ വാക്കുകൾ കേട്ട് പേടിച്ചു പോവുകയാണ്, ഭയപ്പെടുകയാണ്. ഡോക്ടർ സ്റ്റാൻലി ജോൺസ് എന്ന് പറയുന്ന പ്രശസ്ത മിഷണറി, അദ്ദേഹം ഇന്ത്യയെ സ്നേഹിച്ച് ഇന്ത്യയിൽ വന്നു, ഒരു ഇന്ത്യക്കാരനെ പോലെ ജീവിച്ചു. സന്താളിൽ ഗ്രാമത്തിൽ താനൊരു ആശ്രമം ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധി പോലെയൊക്കെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് അന്ന് നേതൃത്വം നൽകിയ ആളുകളോട് അടുത്ത് സംവദിച്ചു. അങ്ങനെയൊക്കെയുള്ള സ്റ്റാൻലി ജോൺസ് തൻ്റെ ഒരു പുസ്തകത്തിൽ താൻ പറയുന്ന ഒരു അനുഭവം ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത് പ്രയോജനമായിരിക്കുമെന്ന് കരുതുന്നു. സ്റ്റാൻലി ജോൺസിന് എപ്പോഴും ആളുകളുടെ മുമ്പാകെ ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ, ഒരു ടോട്ടൽ സറണ്ടർ, പൂർണ്ണമായ കീഴടക്കം, ദൈവം മുമ്പാകെ പൂർണ്ണമായ ഒരു കീഴടക്കം. അതാണ് അദ്ദേഹം മിക്കപ്പോഴും പറയാറുള്ളത്. അദ്ദേഹം ഒരു ദിവസം താൻ ഇതേ പ്രസംഗം, ഒരു പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ചുള്ള പ്രസംഗം കഴിഞ്ഞ് പൂർത്തിയാക്കി താൻ പിന്തിരിയുമ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരു ബ്രിഗേഡിയർ സ്റ്റാൻലി ജോൺസിനെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, മിഷണറി, നിങ്ങളുടെ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു, സന്തോഷം, കൊള്ളാം. പക്ഷേ ഞങ്ങൾ പട്ടാളക്കാരെ പേടിപ്പിക്കുന്ന ഒരു വാക്ക് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻലി ജോൺസ് ചോദിച്ചു, എന്താ ആ വാക്ക്? അപ്പോൾ ആ ബ്രിഗേഡിയർ പറഞ്ഞു, സറണ്ടർ, കീഴടക്കം എന്ന വാക്കാണ് ഞങ്ങൾ പട്ടാളക്കാരെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. ശത്രുവിൻ്റെ മുമ്പാകെ കീഴടങ്ങിയാൽ തീർന്നു. സറണ്ടർ എന്ന വാക്കാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം. നിങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിച്ചത് മുഴുവൻ സറണ്ടറിനെ കുറിച്ചാണ് എന്ന് ബ്രിഗേഡിയർ പറഞ്ഞു. നമ്മൾ പലരും ഒരു പട്ടാള അനുഭവങ്ങൾ നമുക്കില്ല. എന്നാൽ നമ്മളും ഒരർത്ഥത്തിൽ ദൈവം മുമ്പാകെ പൂർണ്ണമായ ഒരു കീഴടക്കം എന്ന് പറയുമ്പോൾ ആ കീഴടക്കം എന്ന വാക്കിനെ അബോധപൂർവമായാണെങ്കിലും പേടിക്കുന്നില്ലേ? ദൈവത്തിന് മുമ്പാകെ കീഴടങ്ങിയാൽ ജീവിതത്തിൻ്റെ എല്ലാ രസവും തീർന്നു. ദൈവം നമ്മുടെ ജീവിതത്തെ കുട്ടിച്ചോറാക്കി മാറ്റും. അത് നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള അബോധപൂർവമായ പേടിയാണ് പലരെയും ഒരു പൂർണ്ണ സമർപ്പണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എന്നാൽ അത് വാസ്തവത്തിൽ അങ്ങനെയാണോ? ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന് മുമ്പാകെ കീഴടങ്ങുന്നത് പലർക്കും ഒരു പേടി സ്വപ്നമായിരിക്കുന്നത്.
യേശു കർത്താവ് അവിടുന്ന് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവിടുന്ന് സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ വലിയവനായ ദൈവത്തെ ഈ നിലയിൽ പരിചയപ്പെടുത്തി. എന്താണത്? എൻ്റെ സ്വർഗസ്ഥ പിതാവ്, ഹെവൻലി ഫാദർ, എൻ്റെ പിതാവാണ്. മാനവരാശിക്ക് ദൈവത്തെ പിതാവ് എന്ന് പരിചയപ്പെടുത്തിയത് ആദ്യം യേശു കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാണെങ്കിൽ, ആ പിതാവിൻ്റെ മുൻപാകെ കീഴടങ്ങാൻ എന്തിനാണ് പേടിക്കുന്നത്? ഒരു ദൈവഭൃത്യൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. താനൊരു ഉപമ ഇങ്ങനെ പറഞ്ഞു, ഒരു കഥ ഇങ്ങനെ പറഞ്ഞു. നമ്മളൊരു ദിവസം നമുക്കൊരു 7 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെന്നിരിക്കട്ടെ, ഒരു മകനുണ്ടെന്നിരിക്കട്ടെ. അവന് പറഞ്ഞാൽ കേൾക്കുകയില്ല, അനുസരണമില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ സ്വാഭാവികമായ രീതി. എന്നാൽ ഒരു ദിവസം നമ്മൾ ഓഫീസ് വിട്ട് വന്നു. നമ്മൾ വന്ന് ചായ കുടിച്ച് പത്രമൊക്കെ വായിച്ച് സമാധാനമായിട്ട് സന്ധ്യയിലിരിക്കുമ്പോൾ ഈ 7 വയസ്സുകാരൻ മെല്ലെ പതുങ്ങി നമ്മുടെ അടുത്തേക്ക് വന്നു. നമ്മുടെ മടിയിൽ കയറിയിരുന്നു. നമ്മളോട് പറയുന്നു, ഡാഡി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ചോദിക്കുന്നത്, എന്താ മോനെ, നിനക്ക് എന്താ പറയാനുള്ളത്? അവൻ പറയുന്നു, ഡാഡി, ഇത്രയും നാൾ ഞാൻ ഡാഡി പറയുന്നതൊന്നും കേട്ടിട്ടില്ല, അനുസരിച്ചിട്ടില്ല. ഡാഡി ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവുക ചെയ്തിട്ടുള്ളത്. എന്നാൽ ഞാൻ ഇന്ന് മുതൽ ഡാഡിക്ക് പൂർണ്ണമായിട്ട് കീഴടങ്ങി ഡാഡി പറയുന്നതെല്ലാം അനുസരിച്ച് നല്ല അനുസരണമുള്ള ഒരു മകനായിട്ട് ജീവിച്ചു കൊള്ളാം എന്ന് ആ 7 വയസ്സുകാരൻ നമ്മളോട് പറയുന്നു എന്ന് സങ്കല്പിക്കുക. അത് കേൾക്കുമ്പോൾ നമ്മളാരെങ്കിലും, ഒരു പിതൃഹൃദയമുള്ള ആരെങ്കിലും ഇങ്ങനെ വിചാരിക്കുമോ? ആഹാ, ഒടുവിൽ ഇവനെ എൻ്റെ കയ്യിൽ കിട്ടി, ഇവൻ ഇനി എനിക്ക് കീഴടങ്ങി ജീവിച്ചോളാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ജീവിതത്തെ ഞാൻ ഏറ്റവും ദുഷ്കരമാക്കി തീർക്കും. ഇവൻ്റെ ഈ നിലയിലുള്ള എനിക്ക് കീഴടങ്ങാമെന്ന് പറഞ്ഞ ആ മനോഭാവം വെച്ചിട്ട് ഞാൻ അവൻ്റെ ജീവിതത്തെ മുതലെടുക്കും, ഞാൻ അവനെ നിയന്ത്രിക്കും. അങ്ങനെ ഒരു പിതൃഹൃദയവും അങ്ങനെയല്ല ചിന്തിക്കുക. നേരെ മറിച്ച് എന്താ, ആ കുഞ്ഞിൻ്റെ വാക്കുകൾ ഏത് പിതൃഹൃദയത്തെയും അലിയിക്കും. അവനെ മാർവോടണച്ചുകൊണ്ട് ഏത് പിതാവും വിചാരിക്കും, ഓ, ഈ കുഞ്ഞ് ഇന്നു മുതൽ എന്നെ അനുസരിക്കും, അതുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ, അവൻ്റെ ഭാവിയെ ഏറ്റവും സുന്ദരമാക്കി തീർക്കാൻ എന്നെക്കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യും എന്നല്ലേ ഏത് പിതാവും ചിന്തിക്കുക? നോക്കുക, മനുഷ്യരായ നമ്മൾ പിതാക്കന്മാർ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ സ്വർഗീയ പിതാവ് തൻ്റെ മുൻപാകെ കീഴടങ്ങിയ ഒരുവൻ്റെ ജീവിതത്തെ ദുഷ്കരമാക്കി തീർക്കാനായിട്ട് ശ്രമിക്കുമോ? അവൻ്റെ സമർപ്പണത്തിൻ്റെ വാക്കുകൾ വെച്ച് അവനെ മുതലെടുക്കാൻ നോക്കുമോ? ഇല്ല. അവൻ്റെ ജീവിതത്തെ കൂടുതൽ സന്തോഷഭരിതവും സമാധാനപൂർണവുമാക്കാൻ മാത്രമേ ആ സ്വർഗീയ പിതാവ് ശ്രമിക്കുകയുള്ളൂ. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പിതാവിൻ്റെ മുമ്പാകെ, സ്വർഗീയ പിതാവിൻ്റെ മുമ്പാകെ ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക് വരാൻ ഇനി എന്താണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത്? അങ്ങനെ ഒരു പൂർണ്ണ സമർപ്പണം ദൈവവചനം നമ്മുടെ മുമ്പിൽ വെക്കുന്ന യഥാർത്ഥ സന്തോഷവും ഈ ആധുനിക കാലത്തിൻ്റെ ഉത്കണ്ഠകൾക്കുപരിയായിട്ട് പിരിമുറുക്കങ്ങളില്ലാതെ സമാധാനത്തോടെ, സമചിത്തതയോടെ, സംയമനത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണാനും നിർമ്മമതയോടെ കാര്യങ്ങളെ വീക്ഷിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുമെങ്കിൽ അങ്ങനെ ഒരു അനുഭവമല്ലേ നമുക്ക് വേണ്ടത്? നമ്മൾ കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യമാണ്. ഞാനത് വായിക്കുന്നു. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഈ മുത്ത് വാങ്ങിയ വ്യാപാരി സ്വർഗമാണെന്നും ആ മുത്ത് യഥാർത്ഥത്തിൽ മനുഷ്യരായ നമ്മളാണെന്നും ഒക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരവസരത്തിൽ പറയാം. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു വന്നതുമായിട്ട് ചേർത്ത് ഈ മുത്ത്, വിലയേറിയ മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരികളായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഭാവന ചെയ്യാം. നമ്മളിപ്പോൾ കേട്ടത് ഒരു വലിയ വിലയേറിയ ഒരു മുത്തിൻ്റെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. അതായത് ആധുനിക ലോകത്തിൻ്റെ ഉത്കണ്ഠകൾക്കുപരിയായിട്ട് യഥാർത്ഥ സന്തോഷത്തോടെ, സമാധാനത്തോടെ നിൽക്കാൻ കഴിയുക, അതൊരു വലിയ മുത്താണ്. ആ മുത്ത് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളാണ് എന്ന് കരുതിയാലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം അതാണ് ആ വലിയ മുത്ത് എങ്കിൽ അതന്വേഷിച്ച് നമ്മൾ ചെല്ലുന്നു, ദൈവാനുഭവം നമ്മൾ വാങ്ങാനായിട്ട് ചെല്ലുന്നു.
എന്ന് ചിന്തിക്കുക. അങ്ങനെ ചെല്ലുമ്പോൾ ആ മുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കാണുന്നു, തനിക്കുള്ളതൊക്കെയും വിൽക്കണം, തനിക്കുള്ളതെല്ലാം വിൽക്കണം. ഒരു പൂർണ്ണ സമർപ്പണമാണ് അത് കാണിക്കുന്നത്, ഒരു ടോട്ടൽ സറണ്ടറാണ് അത് കാണിക്കുന്നത്. തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ ദൈവാനുഭവം വാങ്ങുക. പക്ഷേ നമ്മുടെ ജീവിതം നമ്മൾ ആ നിലയിൽ നമുക്കുള്ളതെല്ലാം വിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ അംബീഷൻ, നമ്മുടെ പ്രതീക്ഷകൾ എല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പം നമ്മുടെ ജീവിതം നമ്മുടേതല്ലാതായി മാറുകയില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഭയം പിന്നെയും നമ്മളെ അലട്ടും. ശിഷ്യത്വത്തിൻ്റെ വില എന്ന പ്രശസ്തമായ പുസ്തകം എഴുതിയ ജുവാൻ കാർലോസ് ഓർട്ടിസ് എന്ന് പറഞ്ഞ ദൈവഭൃത്യൻ ഈ രംഗത്തെ ഇങ്ങനെ വിഭാവന ചെയ്യുന്നുണ്ട്. ഒരു ഭാവനയായിട്ട് താൻ ഇങ്ങനെ പറയുന്നു, ഒരാൾ ഈ യഥാർത്ഥ ദൈവാനുഭവത്തെക്കുറിച്ച് കേട്ടിട്ട് അത് വാങ്ങാനായിട്ട് ചെല്ലുന്നു. അയാൾ അത് വിൽക്കുന്ന ആ സ്വർഗീയ വ്യാപാരിയോട്, സ്വർഗത്തിൻ്റെ മുത്ത് വിൽക്കുന്ന ആളിനോട് ചെന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ഒരു വിലയേറിയ മുത്ത് വിൽക്കുന്നുണ്ടല്ലേ? അപ്പോൾ പറയുന്നു, വിൽക്കുന്നുണ്ട്. ആ വിൽക്കുന്നുണ്ടെങ്കിൽ ഞാനത് വാങ്ങാം, എനിക്കത് വാങ്ങാൻ ഒക്കുമോ? ഉടനെ ആൾ പറയുന്നു, ആർക്കും വാങ്ങാമല്ലോ. അപ്പോൾ അതിനെന്താ വില? അതിന് വലിയ വിലയാണ്. ഉടനെ ചെന്ന ആൾ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നു എല്ലാവർക്കും വാങ്ങാമെന്ന് പറയുന്നു, പക്ഷേ അതിന് വലിയ വിലയാണെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കെങ്ങനെ വാങ്ങാനൊക്കും? ഉടനെ ആ മുത്ത് വിൽക്കുന്ന ആൾ പറഞ്ഞു, ആര് വന്നാലും അവർക്കുള്ളതെല്ലാം തന്നാൽ അത് എത്ര തുച്ഛമാകട്ടെ, എത്ര വലുതാകട്ടെ, തീർച്ചയായിട്ടും ഈ മുത്ത് നൽകാം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ വന്ന ആൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്കുള്ളതെല്ലാം തരാം. ഉടനെ മുത്ത് വിൽക്കുന്ന ആൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം എന്തൊക്കെയാണെന്ന് പറയുക, നമുക്കതൊന്ന് എഴുതി നോക്കാം. നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വന്ന ആൾ പറഞ്ഞു, എൻ്റെ പക്കൽ എൻ്റെ ബാങ്കിൽ ഒരു 10,000 രൂപയുണ്ട്. ശരി, 10,000 രൂപയുണ്ട്, അതെഴുതി. പിന്നെന്തോ ഉണ്ട്? അപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ ഇത്രയേ ഉള്ളൂ. ആഹാ, നിങ്ങളുടെ പോക്കറ്റിൽ ഏതാണ്ട് പണം കിടക്കുന്ന പോലെ തോന്നുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, കുറച്ച് ചില്ലറയുണ്ട്. അതെത്ര? അതും വേണം. അതെടുത്ത് എണ്ണി നോക്കി, 110 രൂപയുണ്ട്. 110 രൂപ, അതും ഇതിൻ്റെ അകത്ത് വരവ് വെക്കണം. 110 രൂപ അതും എഴുതി. അതെഴുതിയപ്പം ആൾ പറഞ്ഞു, എനിക്ക് ഇത്രയേ ഉള്ളൂ. 10,000 രൂപയും ചില്ലറ 110 രൂപയുണ്ടായിരുന്നു, അത് തന്നു. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു വീടില്ലേ? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്പം പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ വീട് വേണം. വീട് അതും ഞങ്ങൾക്ക് വേണം, അതും എഴുതി. അയ്യോ, വീട് നിങ്ങളെടുത്താൽ പിന്നെ ഞാൻ കാർ ഷെഡിൽ താമസിക്കുമോ? ഈ ആളിൻ്റെ ചോദ്യം. അപ്പം നിങ്ങൾക്ക് കാർ ഷെഡും ഉണ്ടല്ലേ, എന്നാൽ കാർ ഷെഡും ഞങ്ങൾക്ക് വേണം, അതും എഴുതി. അപ്പോൾ മറ്റേ ആൾ ചോദിക്കുന്നു, കാർ ഷെഡും എടുത്താൽ പിന്നെ ഞാൻ കാറിനകത്ത് കിടക്കുമോ? അപ്പോൾ നിങ്ങൾക്ക് കാറുണ്ടല്ലേ, അപ്പോൾ കാറിൻ്റെ കാര്യവും അവിടെ എഴുതി. കാറും എഴുതി, കാർ ഷെഡും എഴുതി, വീടും എഴുതി, ബാങ്കിലെ നിക്ഷേപവും എഴുതി, പോക്കറ്റിലെ പൈസയും എഴുതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളുമില്ലേ? ഉണ്ട്, ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, അവരെയും വേണം. ശരി, അവരുടെ പേരും ഈ ലിസ്റ്റിൽ എഴുതി. ഉടനെ ഇയാൾ പറഞ്ഞു, എനിക്കെല്ലാം നഷ്ടമായി, ഭാര്യയും കുട്ടികളും എല്ലാവരും പോയി, ഇനിയിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിൽക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങളെയും ഞങ്ങൾക്ക് വേണം, താങ്കളുടെ പേരൂടെ ഞാൻ എഴുതുകയാണ്, താങ്കളൂടെ. അപ്പോൾ നോക്കുക, ആ ആൾ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്, കാർ ഷെഡ്, കാറുകൾ എല്ലാം നഷ്ടമായി. പക്ഷേ എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ ഈ മുത്ത് വിൽക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങളിതെല്ലാം തന്നതോടെ നിങ്ങൾക്കിതാ ഈ വിലയേറിയ മുത്ത് നിങ്ങൾക്കെടുക്കാം. പക്ഷേ ഈ വിലയേറിയ മുത്ത് നിങ്ങൾക്കെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വിലയായിട്ട് നിങ്ങൾ തന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം. അതേ വീട്ടിൽ പാർക്കാം, അതേ കാറ് ഡ്രൈവ് ചെയ്യാം, അതേ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒപ്പം നിങ്ങൾക്ക് സന്തോഷഭരിതമായിട്ട് ജീവിക്കാം. അങ്ങനെയെല്ലാം ജീവിക്കാം. പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥൻ നിങ്ങളല്ല എന്ന കാര്യം ഓർക്കണം. ഏത് സമയത്തും എനിക്കത് തിരിച്ചെടുക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ മുത്തുമായിട്ട് പോവുക, ആ പഴയ ജീവിതം തന്നെ ആകുക. പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ ഇനിമേൽ നിങ്ങളല്ല. ജുവാൻ കാർലോസ് ഓർട്ടിസിൻ്റെ ഭാവന അവിടെ അവസാനിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? യഥാർത്ഥത്തിലുള്ള ഒരു ദൈവാനുഭവം ഒരു പൂർണ്ണ സമർപ്പണത്തിലാണ്. നമ്മൾ ആ പൂർണ്ണ സമർപ്പണത്തിന് ശേഷവും നമ്മൾ അതേ വീട്ടിലാണ് കഴിയുന്നത്, അതേ കുടുംബത്തിലാണ് മുന്നോട്ട് പോകുന്നത്, അതേ വാഹനങ്ങളാണ് ഓടിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉടമസ്ഥതാബോധം നമുക്ക് നഷ്ടമായി. സത്യത്തിൽ കാര്യങ്ങളുടെ ഉടമസ്ഥതാബോധമല്ലേ നമ്മുടെ ഉത്കണ്ഠകൾക്ക് കാരണം? ഈ വീട് എൻ്റേതാണ്,
ഇത് എൻ്റേതാണ്. ആ ഉടമസ്ഥതാബോധമാണ് നമുക്ക് പിരിമുറുക്കവും ഉത്കണ്ഠകളും നൽകുന്നത്. നമ്മളിത് പറയുമ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ഒരു ദൈവഭക്തൻ്റെ അനുഭവം നമ്മൾ ചിന്തിച്ചു പോകും. അബ്രഹാമാണത്. അബ്രഹാം അവന് തൻ്റെ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ ഇസാക്ക് എന്നൊരു മകനുണ്ടായിരുന്നു. ആ മകനെ മെല്ലെ മെല്ലെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ദൈവത്തേക്കാൾ കവിഞ്ഞ മൂല്യം അവന് നൽകാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവം ഒരു ദിവസം പറയുന്നു, നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനായ പുത്രനെ എനിക്ക് തരിക എന്ന് പറയുന്നു. അയ്യോ, ദൈവം നരബലി ആവശ്യപ്പെടുന്നു, എങ്കിലും ദൈവം ആവശ്യപ്പെട്ടത് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് തനിക്കുണ്ടായിരുന്ന ആ മകനെ ബലിയായിട്ട് അർപ്പിക്കാനായിട്ട് അബ്രഹാം തുടങ്ങുന്നു. പക്ഷേ ബലി അർപ്പിക്കാൻ നേരത്ത് ദൈവം എന്തു ചെയ്യുന്നു? ആ ബലിയെ തടഞ്ഞ് ഇസാക്കിനെ അബ്രഹാമിന് തിരിച്ചു കൊടുക്കുന്നു. ഈ ഇസഹാക്കുമായിട്ട് തിരിച്ച് വീണ്ടും അബ്രഹാം പഴയ കൂടാരത്തിൽ ചെന്ന് പാർക്കുമ്പോഴോ ഇപ്പം ആ മകനെക്കുറിച്ച് പഴയ ഉടമസ്ഥതാബോധമില്ല. ദൈവത്തേക്കാൾ കവിഞ്ഞ സ്ഥാനം അവന് ഇല്ല. മകനോടൊപ്പമാണ് വീണ്ടും പാർക്കുന്നത്. മകനെ ബലിയായിട്ട് നൽകിയിട്ടില്ല. അതേ വീട്ടിൽ തന്നെയാണ് കാണുന്നത്, ജീവിക്കുന്നത്. പക്ഷേ മകനെക്കുറിച്ചുള്ള ഒരു ഉടമസ്ഥതാബോധമില്ല, ഒരു കൈവശാനുഭവമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം നമുക്കറിയാമല്ലോ. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ അതിൻ്റെ ഒടുവിലത്തെ വാക്യം 19-ാം വാക്യം പൗലോസ് പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലേ? നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ഇനിയും നാം നമുക്കുള്ളവരല്ല. അതിൻ്റെ 7-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പം ഇതുപോലെ തന്നെ മനോഹരമായ ചില വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 7:29 മുതൽ ഉള്ള വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാർ ഉള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഒരു തരത്തിൽ നോക്കുക, ഭാര്യമാരുള്ളവർ ഭാര്യമാരില്ലാത്തവരെ പോലെ, കരയുന്നവർ കരയാത്തവരെ പോലെ, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെ, വിലയ്ക്ക് വാങ്ങുന്നവർ അതിനെ പൊസസ് ചെയ്യുന്നില്ല. ലോകത്തെ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ അനുഭവിക്കുന്നില്ല. ഒരു ഔട്ട്സൈഡറെ പോലെ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ ഈ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളെ പോലെ, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഉടമസ്ഥതാബോധമില്ലാത്തതുപോലെ, ഞാനും എനിക്കുള്ളതും പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റേതാണ്, അവിടുന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അങ്ങനെ ഒരു മനോഭാവം വാങ്ങുന്നവർ, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെ. നാം ഈ ലോകത്ത് തന്നെയാണ് പിന്നെയും ജീവിക്കുന്നത്. ഈ പൂർണ്ണ സമർപ്പണത്തിന് ശേഷവും നമ്മൾ ഇതേ ലോകത്ത്, ഇതേ വീട്ടിൽ, ഇതേ ജോലി ചെയ്തുകൊണ്ട് ഇതേ നിത്യജീവിതത്തിലൂടെ തന്നെ കടന്നു പോകും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം. മുത്ത് നമുക്ക് തന്നതിന് ശേഷം അതേ വീട്ടിൽ താമസിക്കാം, അതേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ അതേ കാര്യങ്ങൾ തന്നെയാണ്, അതിലൂടെ തന്നെയാണ് വീണ്ടും കടന്നു പോകുന്നത്. പക്ഷേ അവയെക്കുറിച്ചുള്ള ഉടമസ്ഥതാബോധം നമുക്കില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ ദൈവത്തിനായിട്ട് ജീവിച്ച ദൈവഭൃത്യന്മാരുടെ അനുഭവങ്ങളെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ 9-ാമത്തെ വാക്യം അബ്രഹാമിനെക്കുറിച്ച് കാണുന്നു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ. നോക്കുക, സ്വന്തം ദേശമാണ്, തനിക്ക് വാഗ്ദാനം കിട്ടിയ ദേശമാണ്, പക്ഷേ ആ വാഗ്ദാന ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ, ഒരു ഔട്ട്സൈഡറെ പോലെ. ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, പക്ഷേ ഈ ലോകക്കാരനല്ല. മത്സ്യം വെള്ളത്തിലാണ് കിടക്കുന്നത്, പക്ഷേ മത്സ്യം ശ്വസിക്കുന്നതോ മുകളിലുള്ള അന്തരീക്ഷത്തിലെ വായുവാണ്, അല്ലാതെ ആ വെള്ളത്തിലെ വായുവിൻ്റെ അംശമല്ല അത് ശ്വസിക്കുന്നത്. ഒരു നീന്തൽക്കാരൻ, ഒരു ഡൈവ് ചെയ്യുന്ന ഒരാൾ, അയാൾ വെള്ളത്തിലൂടെ ഊളിയിട്ട് പോകുന്നു, പക്ഷേ അയാൾ ശ്വസിക്കുന്നത് എന്താണ്? അയാളുടെ ചുമലിൽ, അയാളുടെ പുറത്ത് അയാൾ കെട്ടിവെച്ചിട്ടുള്ള ഒരു ഓക്സിജൻ സിലിണ്ടറിൽ നിന്നാണ് താൻ ശ്വാസോച്ഛ്വാസം എടുക്കുന്നത്, അല്ല വെള്ളത്തിൽ നിന്നല്ല. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ ഉയരത്തിലെ വായു ശ്വസിച്ചുകൊണ്ട് ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ആ നീന്തൽക്കാരനെ പോലെ, ഈ വെള്ളത്തിൽ കഴിയുമെങ്കിലും വെള്ളത്തിൻ്റെ ഭാഗമല്ലാത്ത മത്സ്യത്തെ പോലെ, ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ലോകക്കാരനല്ലാത്തവരെ പോലെ ജീവിക്കുന്ന ആളുകളെക്കുറിച്ചാണ്
എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അബ്രഹാമിനെക്കുറിച്ച് കാണുന്നു, വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ അവൻ ജീവിച്ചു. അവൻ യാക്കോബിനോടും ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് താനെ കാത്തിരുന്നു. അവിടെ താഴേക്ക് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ 38-ാമത്തെ വാക്യം, ഈ നിലയിൽ ജീവിച്ച വിശ്വാസവീരന്മാരെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെ ഇവിടെ തന്നെ ഒരു പരദേശികളെപ്പോലെ ജീവിച്ചു. അങ്ങനെ ഒരു ജീവിതം, പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ജീവിതം ജീവിക്കുമ്പോൾ തന്നെ ഈ ജീവിതത്തിൻ്റെ ഉടമസ്ഥർ നമ്മളല്ല എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് പിന്നെ ഈ നിത്യജീവിതം നൽകുന്ന ഉത്കണ്ഠകളും പിരിമുറുക്കങ്ങളും നമുക്ക് ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ നമുക്കെതിരെ ചില ആളുകൾ ചിലത് ചെയ്തെന്നിരിക്കട്ടെ, നമ്മളോട് മോശമായി പെരുമാറിയെന്നിരിക്കട്ടെ, നമ്മളെ വേണ്ടതുപോലെ ഗൗനിച്ചില്ലെന്നിരിക്കട്ടെ, നമുക്കതിനെക്കുറിച്ചൊരു വാശിയോ വൈരാഗ്യമോ ഉണ്ടാവുകയില്ല. സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണത്. ഈ ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മളോട് മോശമായി പെരുമാറിയവർ, നമ്മളോട് തെറ്റായി കാര്യങ്ങൾ ചെയ്തവർ, അവരെക്കുറിച്ച് നമുക്ക് പരാതിയില്ല. കാരണം ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവമാണ്. നമ്മൾ കർത്താവായ യേശുക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ തൻ്റെ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാക്യം നമുക്ക് നോക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇവിടെ കർത്താവ് പറയുന്നത്, യഥാർത്ഥത്തിലുള്ള ഹൃദയശുദ്ധിയുള്ളവർ എവിടെയും ദൈവത്തെയാണ് കാണുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നം, നമുക്ക് നേരെ തെറ്റായിട്ട് പെരുമാറുന്ന ആളുകളെ നമ്മൾ അവരായിട്ടാണ് കാണുന്നത്. നമുക്കുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ആ സാഹചര്യങ്ങളായിട്ടാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഏത് രംഗത്തും അവർ ദൈവത്തെയാണ് കാണുന്നതെങ്കിൽ അതെത്രയോ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളെയല്ല കാണുന്നത്, അത് ദൈവം അങ്ങനെ അനുവദിച്ചു എന്നുള്ള നിലയിൽ നമ്മളിതിനെ കണ്ടാൽ അതെത്രയോ അനുഗ്രഹീതമായ ഒരു ജീവിതമായിരിക്കും. അനുഭവങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു കവിത ഞാൻ വായിച്ചിട്ടുണ്ട്. നിഷാപൂരിലെ പേർഷ്യൻ കവിയായിരുന്ന അറ്ററിൻ്റെ കാലത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവത്തോട് ചേർത്ത് എഴുതപ്പെട്ട ഒരു കവിതയാണ്. അറ്ററിൻ്റെ രാജാവ് ഒരിക്കൽ അറ്ററിനോട് പറഞ്ഞു, ഏത് രംഗത്തും എനിക്ക് സന്തോഷമായിരിക്കാവുന്ന ഒരു കൊച്ചു വചനം പറഞ്ഞു തരണം, അത് ഞാൻ എൻ്റെ മോതിരത്തിൽ എഴുതി വെക്കാമെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ആലോചിച്ച് മറ്റ് പണ്ഡിതന്മാരുമായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു, ഏത് സാഹചര്യത്തിലും പ്രഭു ഈ വചനം എഴുതി വെച്ചാട്ട് ഇതും മാറിപ്പോകും, ദിസ് ഷാൽ പാസ് അവേ. അപ്പോൾ രാജാവ് അത് ഇഷ്ടപ്പെട്ടു. രാജാവ് തൻ്റെ മുദ്രമോതിരത്തിൽ അത് എഴുതി വെച്ചു. സന്തോഷത്തിൻ്റെ അവസരം വന്നപ്പോൾ രാജാവ് അതിൽ നോക്കിയപ്പോൾ എന്താ, ഇതും മാറിപ്പോകും, സന്തോഷത്തിൻ്റെ അവസരം മാറിപ്പോകും, ദിസ് ഷാൽ പാസ് അവേ. ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ വന്നു. ഉടനെയും രാജാവ് തൻ്റെ മോതിരത്തെ നോക്കിയപ്പം അവിടെയും കാണുന്നത് ഇതും മാറിപ്പോകും. ദുഃഖത്തിൻ്റെ അവസരങ്ങളിൽ അതിര് കടന്ന് ദുഃഖിക്കുന്നില്ല, കാരണം ഇതെല്ലാം മാറിപ്പോകും എന്നാണല്ലോ ആ കൊച്ചു വാചകം. ഇത് ആ രാജാവിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹത്തെ തൃപ്തനാക്കി എന്നാണ് കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1835 മുതൽ 1907 വരെ ജീവിച്ചിരുന്ന തിയഡോർ ടിൽച്ചൻ എന്ന് പറയുന്ന കവി മനോഹരമായ ഒരു ഇംഗ്ലീഷ് കവിത എഴുതിയിട്ടുണ്ട്. ഈവൻ ദിസ് ഷാൽ പാസ് അവേ എന്നാണ് ആ കവിതയുടെ പേര്. നമ്മുടെ ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു കാര്യമുണ്ടാകുന്നു, ദുഃഖകരമായ ഒരു കാര്യമുണ്ടാകുന്നു. ആ ദുഃഖകരമായ കാര്യത്തെയും നിയന്ത്രിക്കുന്നതാരാണ്? വലിയവനായ ദൈവം. ആ വലിയവനായ ദൈവം ആരാണ്? നമ്മുടെ സ്നേഹവാനായ പിതാവ്. നമ്മൾ ആ ദുഃഖകരമായ രംഗത്ത് ആ ദുഃഖകരമായ സാഹചര്യം ഉണ്ടാക്കിയ ആളുകളെയല്ല കാണുന്നത്, മറിച്ച് ആരെയാണ് കാണുന്നത്? വലിയവനായ ദൈവത്തെ നമ്മൾ കാണുന്നു. വലിയവനായ ദൈവത്തെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ദുഃഖകരമായ സാഹചര്യങ്ങളിൽ അതിന് കടന്ന് ദുഃഖിക്കാനായിട്ടില്ല. കാരണം ദൈവം ഇത് എക്കാലത്തും ഇങ്ങനെ ആകുകയില്ല. സന്തോഷകരമായ ഒരു സാഹചര്യം വരുന്നു, ആ സാഹചര്യത്തിൽ നമ്മൾ അതിന് കടന്ന് ആഹ്ലാദിക്കുകയില്ല. ലോകത്തെ അനുഭവിക്കുന്നവർ അനുഭവിക്കാത്തവരെ പോലെയും വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും. എങ്ങനെയാണത് കഴിയുന്നത്? ഈവൻ ദിസ് ഷാൽ പാസ് അവേ എന്നുള്ള ബോധ്യത്തോടെ പോകാനായിട്ട് കഴിയുന്നത്
എവിടെയും ദൈവത്തെ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ നമുക്ക് നിൽക്കാനായിട്ട് കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചത് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ചാണ്, ഒരു വിലയേറിയ മുത്തിനെക്കുറിച്ചാണ്. ആ വിലയേറിയ മുത്ത് കൈവശമാക്കിയാൽ, നമ്മുടെ ജീവിതം ദൈവത്തിനായിട്ട് സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചാൽ, ഈ പിരിമുറുക്കങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് കഴിയും. ആർക്കാണ് ഈ വർഷത്തിൽ 2017 അങ്ങനെ ഒരു ജീവിതം ആഗ്രഹമില്ലാത്തത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജീവിതം ആഗ്രഹമുണ്ടെങ്കിൽ, അതിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ വായിച്ച കർത്താവ് പറഞ്ഞ ആ ഉപമയിലെ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ തനിക്കുള്ളതൊക്കെയും വിൽക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാം വിൽക്കുക എന്ന് പറയുമ്പോൾ പേടിച്ചു പോകല്ലേ. നമ്മളതെല്ലാം ദൈവത്തിനായിട്ട് സമർപ്പിച്ച ശേഷവും നമ്മൾ വീണ്ടും അതേ ജീവിതം തന്നെ ജീവിക്കും. പക്ഷേ നമുക്ക് പഴയ കൈവശബോധമില്ല, ഉടമസ്ഥതാവകാശമില്ല. നമുക്കൊരു നിർമ്മമതയോടെ കാര്യങ്ങളെ കാണാനായിട്ട് കഴിയും. എവിടെയും ദൈവത്തിൻ്റെ മുഖത്തെ കാണുന്ന ഹൃദയശുദ്ധിയുള്ളവരായിട്ടായിരിക്കാൻ കഴിയും. ഈ വർഷത്തിൽ നമുക്കേവർക്കും ദൈവം അങ്ങനെ ഒരവസരം നൽകട്ടെ. ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക്, ദൈവമുമ്പാകെയുള്ള ഒരു ടോട്ടൽ, കംപ്ലീറ്റ്, അബ്സല്യൂട്ട് ആൻഡ് പെർഫെക്റ്റ് സറണ്ടർ, അത് ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.